പറയാം, മുനമ്പത്തുള്ള ഒരാളെ പോലും ഇറക്കി വിടാൻ ഞങ്ങളാരും സമ്മതിക്കില്ല. അപ്പോൾ പൂർവ്വകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്രമന്ത്രിമാർ പോലും പറഞ്ഞ നിയമത്തിൻ്റെ പേരിൽ മുനമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവും. അതിൻ്റെ ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല. നേതാക്കന്മാർ ഇനി തിരിച്ചു വരാനുണ്ട്. വന്നതിന് ശേഷം എങ്ങനെയൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കും. മുല്ലയുടെ ഈ ജബൽപൂർ ആക്രമണത്തെ പറ്റി ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമം നിങ്ങൾ ആരൊക്കെയാണെന്ന് തൃശ്ശൂരാണല്ലോ മാധ്യമങ്ങളോടൊരു കേന്ദ്രമന്ത്രി വളരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച്. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാവണം. കാരണം രാഷ്ട്രീയക്കാരനാണെങ്കിൽ മാത്രമേ ഒരു ജനപ്രതിനിധിയാവാൻ കഴിയുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ശൈലി ജനങ്ങൾ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണല്ലോ രണ്ട് മുന്നണിയും തോൽപ്പിച്ച് അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ കാരണം. ഒരു സിനിമ ഫീൽഡിൽ നിന്നൊക്കെ വന്ന ഒരാളായതുകൊണ്ട് കാര്യങ്ങൾ കുറേ കൂടെ ഇന്നലെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്ന ഒരാൾ രാഷ്ട്രീയക്കാരനായി എന്നുള്ള ധാരണയിലാണ് ജനങ്ങൾ ജയിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയക്കാരനാവുന്നില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ വയലൻ്റ് ആവണം. പത്രത്തിലൊക്കെ നമ്മളെ സ്തുതിച്ചിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ വഴിയേറ്റി പോയില്ലേ. മാധ്യമങ്ങൾ ചില സന്ദർഭത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകളുണ്ടാകുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്ന് വിചാരിച്ച് അവരെ കാണുമ്പോൾ വാതിലടയ്ക്കുക, അവരെ കാണുമ്പോൾ ഓടിപ്പോവുക, അവരെ ചീത്ത വിളിക്കുക, ഹൂ അറിയൂ എന്ന് ചോദിക്കുക, അതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. ഇപ്പം രാജീവ് ചന്ദ്രശേഖരനൊക്കെ നന്നായിട്ട് പെരുമാറുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പരാതിയില്ലല്ലോ. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി ആ രീതിയിൽ പെരുമാറിയത് മോശമാണ്. പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഒരു പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന് വന്ന ആളല്ല. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ നല്ല മെയ്വഴക്കത്തോടുകൂടെ കാര്യങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആശയങ്ങൾ ശരിയോ തെറ്റോ അത് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല. അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. നേരെ മറിച്ച് വിമർശിക്കുമ്പോൾ അവരെ ചീത്ത വിളിക്കുന്ന ഏർപ്പാട് ഒരു രാഷ്ട്രീയക്കാരനും ചേർന്നതല്ല.